അടുത്തുനിന്ന് വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ അടവുകൾ പഠിപ്പിച്ചു. അയ്യോ, അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു വരാൻ ഞാൻ പെട്ട അടവോർത്ത 8 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. നിങ്ങളുടെ പേരാണ് കൊല്ലം വിജി. ആ, അങ്ങനൊക്കെ വിളിക്കാറുണ്ട്. പുരസ്കാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? പിന്നെ എടുക്കാൻ പറ്റാത്ത പുരസ്കാരങ്ങളാ കിട്ടിയിരിക്കുന്നേ. അതുകൊണ്ടൊന്നും ഞാൻ എടുത്തോണ്ട് വന്നിട്ടില്ല. മേഡം, ഈ ചില അടവുകൾ നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ? അടവുകൾ പലതരമുണ്ട്. ഈ തട്ടിമുട്ടി അടവ്. തട്ടിമുട്ടി അടവ് അവക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതെന്തിനാ? പിന്നെ എനിക്ക് മേഡത്തിനെ കിട്ടിയില്ലെങ്കിലാ? പിന്നെ ഈ പരവലടവ്. പരവലടവ് അതാണ് ഉദ്ദേശിച്ചത്. പരതി പരതി എടുക്കേണ്ടി വരുമെന്ന്. പിന്നെ മണ്ടി അടവ്. അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ 2 അടവ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ആദ്യമേ അരമണ്ഡലത്തിൽ ഇരിക്കണം. മണ്ടയിലും കയറി ഇരിക്കണ താഴെ നിന്ന് കാണിച്ചാ അയ്യോ, എന്റെ തടസ്സം മാറി. തുമ്പിക്കൈയെ കുറിച്ച് മേഡത്തിന് എന്താണ് അഭിപ്രായം? തുമ്പിക്കൈയെ കുറിച്ച് ഞാൻ ഒരു കീർത്തനം തന്നെ രചിച്ചിട്ടുണ്ട്. തുമ്പിക്കൈയിൽ മോദകമെന്നും. അത് ഭക്തിഗാനം. വാലിനെ കുറിച്ചോ? വാലിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അത് ചലച്ചിത്രഗാനം. മേഡം, ഈ മതപ്പാടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മതപ്പാട്ട് ഞാനൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. വരച്ചാലും കുരിശു വരച്ചാലും. ആശാനെ, ഇത് നിങ്ങൾക്കൊരു കുരിശായി മാറും. നീ എനിക്കിപ്പോ കുരിശാവുന്ന പേടി. മേഡം, ഈ ശയനത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശയനമാണ് എനിക്ക് ഇഷ്ട വിഷയം. എനിക്കും. സന്ധ്യയൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാ ഈ നിലവിളക്കൊക്കെ അങ്ങോട്ട് കത്തിച്ചു വെച്ച് വാക്കണി ഞാൻ അങ്ങനെ ഇരിക്കും. വാക്കണ്ണാടിയിലൊന്നും കയറിയിരിക്കല്ലേ? വാക്കിണ്ടി വാക്കണ്ണാടി ഒന്നുമല്ല, എറായത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ മന്ദമാരുതം കേറി ഇഞ്ഞു വരും. അവൻ വരുമ്പോഴേ ആ സിവിലിന്ന് ഒരു പൈൻ്റൂടെ എടുത്തോണ്ട് വരാൻ പറയോ? കാറ്റ് കേറി വരുമെന്ന്. അപ്പൊ എനിക്കിതേ ഒരാലസ്യം ഇങ്ങനെ വരും. അയ്യോ, മോഹാലസ്യപ്പെടല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് കിടക്കുക. എന്ത് സുഖം. ആശാനെ, ആ നിക്കണതും ഈ കിടക്കണതും ഒരമ്മ വെറ്റ മക്കളെ പോലുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? പാലിന്റെ ആട്ടം നോക്ക്. നിക്ക്, ഇത് ഉറങ്ങിയെന്തോന്ന്. എഴുന്നേക്ക്, ഇവിടെ നിന്ന് കിടന്നുറങ്ങരുത്. വാ വാ, എഴുന്നേക്ക്. ഞാൻ പിടിക്കാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കാടാമുട്ട കമ്പനിയില്. ലോഡിങ് ആൻഡ് അൺലോഡിങ്ങോ? കാടാമുട്ട കമ്പനിയിലേ ആ കാടാമുട്ടയുടെ പുറത്ത് ആ കറുത്ത ഡിസൈൻ ഇല്ലയോ, അത് വരപ്പായിരുന്നു. അപ്പൊ നല്ല വരപ്പുകാരിയല്ലേ?